തോട്ട് നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കിയാൽ ഇവിടെയൊക്കെ ഒട്ടുമിക്ക ടെൻഷൻ ഒളി ക്യാമറ വെച്ചെന്ന് പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കാണ്ടിരുന്ന മതിയായിരുന്നു. മൂന്നാമത്തെ ദിവസം ഉണ്ടാ നമുക്കൊരു മുട്ടൻ പണി തന്നെ കിട്ടി. നമ്മുടെ മമ്മൂക്കയുടെ മതിലുള്ള സിനിമയിലെ പോലെ ഇരിക്കും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ മെയിലിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഒഴിവാക്കി എടുക്കാനായിട്ട് പറയുന്നു. തട്ടത്തിമറയത്തിൻ്റെ ഡയലോഗ് പോലെ ഈ കഥയുടെ ക്ലൈമാക്സ് ഹാപ്പി എൻഡിങ് ആവും. എല്ലാവർക്കും സ്പീച്ചിലെസ് സ്പീഷീസ് ആണ്. എല്ലാവരും തന്നെ സേഫായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇമ്മടെ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത് ബെറ്റ വിഷ് അഥവാ ഫൈറ്റർ വിഷിൻ്റെ ബ്രീഡിംഗ് ആണ് വിത്ത് വിഷ്വൽസ്. നമ്മൾ മുമ്പ് ബെറ്റ ബ്രീഡിങ്ങിൻ്റെ സീരീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് വിഷ്വൽസ് കാര്യങ്ങളൊക്കെ മിസ്സിംഗ് ആയിരുന്നു. ആ ഒരു കുറവ് നികത്തിക്കൊണ്ടും പിന്നെ നമ്മളിപ്പോൾ ഇവിടെ ചെയ്തു പോരുന്ന കുറച്ച് സൂത്രപ്പണികളും പൊടിക്കൈകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിട്ടുക്കാച്ചി വീഡിയോ ആവും ഇത് എന്ന് പ്രതീക്ഷിക്കുന്നു. ടു ബി നോട്ടഡ് പ്രതീക്ഷിക്കുന്നു കേട്ടാ. വിലയിരുത്തേണ്ടത് നിങ്ങളാണ് കേട്ടാ കണ്ടിട്ട്. അപ്പോൾ വളച്ചൊടിക്കാണ്ട് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് പെയർ സെലക്ഷൻ ആണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റി പെയറിനെ തന്നെ നോക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിവിടെ എടുത്തേക്കുന്നത് ഫാൻസി എൽബോയ് പെറ്റയുടെ ഒരു പെയറിനെയാണ്. പരമാവധി സെയിം ലൈനിൽ ഉള്ളവരെ ബ്രീഡ് ചെയ്യിക്കാതെ 2 ഡിഫറൻറ്റ് ലൈനിൽ ഉള്ളവരെ ബ്രീഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അതായത് സെയിം ബ്ലഡ് റിലേഷൻ അല്ലാതെ ഡിഫറൻറ്റ് ബ്ലഡ് ലൈനിൽ നിന്നും മെയിലിനെയും ഫീമെയിലെയും സെലക്ട് ആക്കുക, അവരെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയും ഗ്രോത്തും ഹെൽത്തും ഒക്കെ കിട്ടും അതിൽ നിന്ന് ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക്. അല്ലാന്നുണ്ടെങ്കിൽ സെയിം റിലേഷനിൽ നിന്ന് അല്ലെങ്കിൽ സെയിം ലൈനിൽ നിന്ന് ബ്രീഡ് ചെയ്യുമ്പോൾ മെയിലിനെ ഫ്രണ്ട് ബാച്ചിൽ നിന്നും ഫീമെയിലിനെ F2 ബാച്ചിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കാട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴും വലിയ മോശമല്ലാത്ത ക്വാളിറ്റി കുട്ടികളെ നമുക്ക് കിട്ടാറുണ്ട് ഇവിടെ. പിന്നെ ഈസി ബ്രീഡിങ് നടക്കും, ഏജ് ഡിഫറൻസ് ഉള്ളത് കൊണ്ട് തന്നെ. എന്ന് വെച്ച് സെയിം ലൈനിൽ ഉള്ളവരെ തമ്മിൽ ബ്രീഡ് ചെയ്യിപ്പിക്കരുത് എന്നല്ല കേട്ടോ നമ്മൾ പറഞ്ഞത്. ഈ കാണുന്നത് നമ്മുടെ മെലാനോ ബ്ലാക്കിൻ്റെ ചിങ്കിരീസ് ആണ്. ഇവന്മാരുടെ പേരൻസ് സെയിം ലൈനായിരുന്നു, എന്നാലും നല്ല അത്യാവശ്യം ഗ്രോത്തും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഇവരിൽ കിട്ടുന്നുണ്ട് കേട്ടോ. പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, കുറച്ചൊക്കെ പാരമ്പര്യവും പിന്നെ നമ്മൾ കൊടുക്കുന്ന ഫീഡിനും അനുസരിച്ചിരിക്കും കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ നല്ല ബ്രീഡിംഗ് പെയറിനെ തന്നെ നോക്കി സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ അധ്യായം. അടുത്ത സ്റ്റെപ്പ് വാട്ടർ കണ്ടീഷനിങ് കണ്ടാ. നമ്മൾ എന്നാണോ ബ്രീഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു 3 ദിവസം മുമ്പെങ്കിലും നമ്മൾ വെള്ളം പിടിച്ച് വെച്ചിരിക്കണം. അത് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. അതിനും ഒരു 2 ആഴ്ച മുമ്പേ നമ്മുടെ ബ്രീഡിംഗ് പെയറിനെ നല്ല പോലെ ലൈഫ് ഫീഡൊക്കെ കൊടുത്ത് 3 നേരം വെച്ച് കൊടുത്ത് അടിപൊളിയായിട്ട് കണ്ടീഷൻ ചെയ്തിരിക്കുകയും വേണം. ഇത്രത്തോളം വെള്ളം എടുക്കേണ്ട ഒരു ആവശ്യകതയും ഇല്ല കേട്ടോ. മെയിൽ ഫിഷ് ഫ്ലയർ ചെയ്ത് നിൽക്കുമ്പോൾ അവരുടെ ഫിന്ന് നിലത്ത് മുകളിൽ മുട്ടാത്ത ഒരു ലെവലിലേക്ക് മാത്രം വെള്ളം മതി. അധികം വെള്ളം എടുത്താൽ എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽ ഫിഷിൻ്റെ എഗ്ഗ് കെയറിംഗ് പ്രോസസ്സ് ഇത്തിരി ഡിഫിക്കൽട്ട് ആവും. നമ്മളിവിടെ എത്രത്തോളം വെള്ളം എടുത്തത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാട്ടിത്തരാനുള്ള ഒരു സൗകര്യത്തിനായിട്ടാണ് കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ മെയിൻ കഥാപാത്രമായ ആൽമണ്ട് ലീഫ് നല്ല പോലെ ഉണങ്ങിയ ബദാമിൻ്റെ ഇല അല്ലെങ്കിൽ തല്ലിത്തേങ്ങയുടെ ഇല എന്നൊക്കെ പറയില്ലേ, ആ പിടിച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇവനെ ഇട്ട് കൊടുക്കണം. വെറുതെ ഇട്ട് കൊടുത്താൽ പോരാട്ടാ, ഇവനെ ഒന്ന് നല്ല പോലെ പിച്ച് ചീന്തിട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ പിച്ച് ചീന്തിട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഇലയുടെ ടാൻ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് കാണാൻ പറ്റും. വെറുതെ ഇല ഇട്ട് കൊടുക്കുന്നതിനേക്കാളും മോർ എഫക്റ്റീവായി തോന്നിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ പിച്ച് ചീന്തിട്ട് കൊടുക്കുമ്പോൾ. അടുത്തായിട്ട് നമ്മുടെ ചിങ്കിരീസിനെ ഫസ്റ്റ് ഫീഡായ ഇൻഫോസൂരിയ ടാങ്കിൽ ഫോം ആവാനായിട്ട് ഇച്ചിരി വൈക്കോൽ കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ ഉണങ്ങിയ വാഴയിലയാണ് ഇട്ട് കൊടുക്കാറ്. അതിനേക്കാൾ റിസൾട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് വൈക്കോൽ ഇട്ട് കൊടുക്കുമ്പോഴാണ് കേട്ടോ. മാത്രമല്ല വൈക്കോല് വാഴയിലയുടെ പോലെ പെട്ടെന്ന് ചെയ്യത്തുമില്ല, അതും ഒരു ബെനിഫിറ്റാണ് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള 3 ദിവസം കാത്തിരിപ്പിൻ്റെ ദിനങ്ങളാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഇട്ടാ. കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് 3ാമത്തെ ദിവസം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട്. ബദാമിലയുടെ ടാനൊക്കെ ഇറങ്ങിയിട്ട് ഈ വെള്ളത്തിൽ നമ്മുടെ ബെറ്റാസിന് ബ്രീഡിംഗ് ടെൻഡൻസി വളരെയധികം കൂടുതലായിരിക്കും. ഇനി അടുത്ത അജണ്ട എന്ന് പറയുന്നത് ബദാമിൻ്റെ ഇല എടുത്ത് കളയുക എന്നുള്ളതാണ് കേട്ടോ. വേറെ ഒന്നല്ല, ബദാമില പെട്ടെന്ന് തന്നെ വെള്ളത്തിൽ കിടന്ന് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവനെ എടുത്ത് മാറ്റാട്ടോ നമുക്ക്. ബാക്കി കാര്യങ്ങൾ നമ്മുടെ വൈക്കോല് കൂട്ടം നോക്കിക്കോളൂ. അയ്യോ, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാൻ മറന്നുപോയി. നമ്മളിവിടെ ഇവരെ ബ്രീഡ് ചെയ്യുമ്പോൾ നമുക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണിത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുമുണ്ട്. നിങ്ങൾ ബ്രീഡിംഗ് ടാങ്ക് എവിടെ സെറ്റ് ചെയ്യുന്നു ആ ഒരു പ്ലേസിൽ വെച്ചുകൊണ്ട് തന്നെ പെയറിനെ കണ്ടീഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. വേറെ ഒന്നല്ല, ആ ഒരു അന്തരീക്ഷവുമായിട്ട് അവരൊന്ന് പൊരുത്തപ്പെട്ട് വരാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അവിടുത്തെ നോയ്സും മറ്റു കാര്യങ്ങളൊക്കെ അവർ കണ്ടും കേട്ടും ഒന്ന് സിങ്ക് ആവാനായിട്ടും അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മുടെ മെയിലോട്ട് നമ്മുടെ കഥയിലെ നായകനെ നമ്മൾ ആദ്യം തന്നെ ഇറക്കി വിടാം നമ്മുടെ ലൊക്കേഷൻ ടാങ്കിലേക്ക്. മെയിൽ ഫിഷിനെ ഇറക്കി വിട്ട ഉടനെ തന്നെ നമ്മൾ ഫീമെയിൽ ഫിഷിനെ ഇറക്കി വിടാറില്ല കേട്ടോ. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇറക്കി വിടത്തുള്ളൂ. അപ്പോഴേക്കും അവൻ മെയിൽ ഫിഷ് ഈ ടാങ്കിൽ ആധിപത്യം സ്വീകരിച്ചിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീമെയിൽ മെയിലിനെ തിരിച്ച് അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് ഒഴിവാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ മോർണിംഗ് ആണ് കേട്ടോ നമ്മൾ മെയിൽ ഫിഷിനെ ഇറക്കി വിട്ടേക്കുന്നത്. ഫീമെയിലിനെ ഇടാനായിട്ട് ഒരു ബോട്ടിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ നമ്മൾ ഫീമെയിലിനെ ഇറക്കി വിടത്തില്ല കേട്ടോ. ഒരു ഉച്ചമുക്കാലാകുമ്പോഴേക്കേ നമ്മൾ ഇറക്കി വിടത്തുള്ളൂ. അപ്പോഴേക്കും നല്ല പോലെ 2 പേരും ഫീഡ് ചെയ്യാം കേട്ടോ. സമയത്ത് ഉച്ചമുഖലായിട്ടുണ്ട്. ഫീമെയിൽ ഫിഷിനെ നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. അധികം മൂപ്പരെ സ്ട്രെസ് അടിപ്പിക്കാതെ ആ ബ്രീഡിംഗ് ടാങ്കിലെ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ.
അടുത്തായിട്ട് നമ്മുടെ മെയിൽ ഫിഷിന് ബബിൾ നെസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഇത്തരം ഒരു പ്ലാന്റ് ഇട്ട് കൊടുക്കണം കേട്ടോ. ഒരു നാച്ചുറൽ ഹാബിറ്റേഷൻ കിട്ടിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇത്തരം പ്ലാന്റ് ഇട്ട് കൊടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ പീസ് വെട്ടിയിട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഒന്നും തന്നെ ഇട്ട് കൊടുത്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. മെയിൽ ഫിഷ് ബബിൾ നെസ്റ്റ് ഉണ്ടാക്കിക്കോളും, നോ പ്രോബ്ലം. സമയത്തെ വൈകുന്നേരം അതിൻ്റെ കേട്ടോ. എന്താ അവസ്ഥ എന്ന് നമുക്ക് പോയി നോക്കാം. ദേ ആ ദേ ആശ നല്ല പോലെ ബബിൾ നെസ്റ്റ് ഒക്കെ ഉണ്ടാക്കി സെറ്റായി നിൽപ്പുണ്ട്. എന്തായാലും ഫീമെയിൽ ഫിഷിനെ നമ്മൾ ഇന്ന് റിലീസ് ചെയ്യുന്നില്ല, നാളെ ഇറക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോഴേക്കും ഇവർ നമ്മുടെ മമ്മൂക്കയുടെ മതിലുള്ള സിനിമയിലെ പോലെ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മിണ്ടിയും പറഞ്ഞു നോക്കാം, നല്ല പോലെ ഒന്ന് അങ്ങോട്ട് സെറ്റ് ആവട്ടെ. 4-ാം ദിവസം അതിരാവിലെ തന്നെ നമ്മൾ എണീറ്റ് വന്നിട്ട് കേട്ടോ ഫീമെയിലിനെ റിലീസ് ചെയ്യാനായിട്ട്. വേറെ ഒന്നുമല്ല, നേരം വൈകി ഫീമെയിലിനെ റിലീസ് ചെയ്താൽ അവർ ബ്രീഡ് ആവാനും ലേറ്റ് ആവും. അങ്ങനെ സംഭവിച്ചാൽ ചിലപ്പോൾ നമുക്ക് ബ്രീഡിങ്ങിൻ്റെ വിഷ്വൽസ് നമുക്ക് പകർത്തി നിങ്ങൾക്ക് കാണിച്ചു തരുവാനായിട്ട് സാധിക്കില്ല കേട്ടോ. അപ്പോൾ അതിരാവിലെ തന്നെ അലാറം വെച്ച് എണീറ്റ് വന്നതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഫീമെയിലിനെ ഇറക്കി കൊടുത്തിട്ട് നമ്മൾ മെയിൽ കണ്ടിട്ടില്ല കേട്ടോ. കണ്ടു പ്ലാനിങ് ഒക്കെ തുടങ്ങിയിട്ടാ. മൂപ്പര് ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഹൈവാ അതേ മെയിൽ ഫിഷ് ബബിൾ നെസ്റ്റിൻ്റെ അടിയിലേക്ക് ഫീമെയിലിനെ മാടി വിളിക്കുന്നുണ്ട്. നമ്മളിനി അവരുടെ സ്വർഗ്ഗത്തിലെ കട്ടറും ആവാൻ നിൽക്കുന്നില്ല കേട്ടാ. കുറച്ച് നേരം നമുക്ക് ഇവിടെ നിന്ന് മാറിക്കൊടുക്കാം. ഇനി ഇത് അവരുടെ സ്വർഗ്ഗമാണ്, ദേർ വേൾഡ് കേട്ടാ. അവർ ഒരു പാട്ടൊക്കെ പാടി ഒരു ഡ്യുവറ്റൊക്കെ അടിച്ച് സെറ്റ് ആവട്ടെ. ഇതേ അവർ ബ്രീഡായി തുടങ്ങിയിട്ടാ. അധികം സൗണ്ട് ആക്കാതെ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് നോക്കി കാണാം കേട്ടാ. നമ്മുടെ ഫീമെയിൽ ഫിഷ് ഇത് എഗ്ഗ് റിലീസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടാ. നമ്മുടെ മെയിൽ ഫിഷ് എഗ്ഗ് കഴിക്കുന്നതല്ല, ആശാൻ ആ എഗ്ഗ് വായിൽ കളക്ട് ചെയ്തതിന് ശേഷം ബബിൾ നെസ്റ്റിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യാറ്. അങ്ങനെയാണ് ഇവരുടെ ഒരു ബ്രീഡിങ്ങിൻ്റെ അജണ്ട കേട്ടോ. അപ്പോൾ ആരും തന്നെ പേടിക്കണ്ട എഗ്ഗ് കഴിക്കാന്ന് വെച്ചിട്ട്. ഇത് കണ്ടിട്ട് മെയിൽ ഫിഷ് ഫീമെയിൽ ഫിഷിനെ കൊത്തി കൊന്നു എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഫീമെയിൽ ഫിഷ് എഗ്ഗ് റിലീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചത്ത പോലെ കെടുക്കും. അത് ചത്തിട്ടൊന്നുമല്ല കേട്ടോ, എഗ്ഗ് റിലീസ് ചെയ്യുമ്പോൾ അവരിങ്ങനെ കെടുക്കുന്നതാണ്. ഇവരുടെ ഒരു ബ്രീഡിങ് രീതി അങ്ങനെയാണ്. ഇത് കണ്ടില്ലേ, എഗ്ഗ് വീഴുന്നുണ്ട്. ഓക്കെ, മൂപ്പരാട് ഓക്കെ. ഇനി അവരെ അധികം ഡിസ്റ്റർബ് ചെയ്യാതെ നമുക്ക് ക്യാമറ ഒരു ഭാഗത്ത് നമുക്ക് സെറ്റാക്കി വെച്ചിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാട്ടാ. ഒളി ക്യാമറ വെച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ കേസ് കൊടുക്കാണ്ട് മതിയിരുന്നു. ഫീമെയിൽ എഗ്ഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു സൈഡിലേക്ക് അങ്ങോട്ട് മാറി നിൽക്കൂട്ടാ. വയറൊക്കെ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറോളം നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു ഇവരുടെ ബ്രീഡിങ്. ബബിൾ നെസ്റ്റിൻ്റെ അടിയിലൊക്കെ മണിയായിട്ട് എഗ്ഗ് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇനി അങ്ങോട്ട് എഗ്ഗ് കെയറിങ്ങും എഗ്ഗ് ഹാച്ച് ആയി കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ ഇറങ്ങിയാലോ ഒക്കെ ഉള്ള കെയറിങ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആശാനാണ്, മെയിൽ ഫിഷാണ്. ഇനി നമുക്ക് നമ്മുടെ ഫീമെയിൽ ഫിഷിനെ പിടിച്ച് പറയണം. അല്ലാന്നുണ്ടെങ്കിൽ ഫീമെയിൽ എഗ്ഗ് തിന്നാനുള്ള ചാൻസ് ഉണ്ട്. എഗ്ഗ് തിന്നാനായിട്ട് അങ്ങോട്ട് അടുപ്പിക്കത്തില്ല മെയിൽ ഫിഷ്, അതൊന്നാമത്തെ കാര്യം. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് കണ്ടില്ലേ കുത്തി പായിക്കത്തുള്ളൂ കേട്ടോ. ഇതുപോലെ അങ്ങോട്ട് കുത്തി പായിക്കും. ഇനി എത്രയും പെട്ടെന്ന് നമുക്ക് ഫീമെയിൽ ഫിഷിനെ പിടിച്ച് മാറ്റാം, അല്ലാന്നുണ്ടെങ്കിൽ കുത്തി കൊല്ലൂട്ടാ. നല്ല പോലെ കൊത്ത് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടാ ഫീമെയിലിന് ബ്രീഡിങ്ങിൻ്റെ ടൈമിൽ. അത് യൂഷ്വലാണ്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഫീമെയിൽ ഫിഷിനെ എന്താ പറയുക, ഇതിനെ പ്രസവ ശുശ്രൂഷ കറക്റ്റല്ല പറഞ്ഞത്, അത് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ നല്ല പോലെ ഉണങ്ങിയാൽ ആൽമണ്ട് ലീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു ചെറിയ ടീസ്പൂൺ കല്ലുപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ബ്രീഡിങ് കഴിഞ്ഞുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഫീഡും ചെയ്യണം.
ഫീമെയിൽ നല്ല കെയർ തന്നെ വേണം കേട്ടോ, അത് ഒരിക്കലും മറക്കരുത് കേട്ടോ, മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെ ഇനി ഇവിടുത്തെ കാര്യം, അത് നമ്മുടെ മെയിൽ ഫിഷിൻ്റെ കയ്യിലാണ്. അധികം സൗണ്ട് കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ അൺയൂഷ്വലായി തോന്നിക്കഴിഞ്ഞാൽ സ്ട്രെസ് കയറിയാൽ ആശാൻ ചിലപ്പോൾ എഗ്ഗ് തിന്നാനുള്ള ചാൻസ് ഉണ്ട്. ഫെർട്ടിലൈസ് ആവാത്ത എഗ്ഗ് തിന്നുന്നത് യൂഷ്വലാണ്, അതിൽ നോ വറീസ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കി ഇവനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. സാധാരണ ഒരു 3 ഡേയ്സിൽ എഗ്ഗ് ഹാച്ച് ആവാറുണ്ട്. ക്ലൈമറ്റ് ചേഞ്ചിനനുസരിച്ച് അത് കൂടിയും കുറഞ്ഞതൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനി എഗ്ഗ് ഹാച്ച് ആവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, 3-ാമത്തെ ദിവസം കേട്ടോ, നമുക്കൊരു മുട്ടൻ പണി തന്നെ കിട്ടി. മഴയോ കൊറോണയോ കാര്യങ്ങളൊന്നുമല്ല, കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇന്നലെ ഒരു കുക്ക് വന്ന് നമുക്ക് മുട്ടൻ പണി തന്നു. നമ്മുടെ ഫിഷിനൊക്കെ എന്താ പറയുക, വന്ന് അലക്കി കൊണ്ടുപോയി. ഈ ടാങ്കിൽ നിന്നൊക്കെ ഒരുപാട് ഫിഷിനെ കൊണ്ടുപോയി. അപ്പോൾ തന്നെ നമ്മൾ ആ കൂട്ടുകാരനെ വിളിച്ച് കട തുറപ്പിച്ചിട്ട് ഷീറ്റൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കെട്ടി. നമ്മൾ ആ ഷീറ്റ് വാങ്ങാൻ പോയ തക്കത്തിന് പിന്നെയും വന്നിട്ട് ഈ ബോട്ടിൽസിലെ കുറച്ച് ഫിഷിനൊക്കെ കൊണ്ടുപോയി. ആകെ എന്താ പറയുക, ആകെ. പിന്നെ നമ്മുടെ ബ്രീഡിങ് ടാങ്കിലെ നമ്മുടെ മെയിൽ ഫിഷിനെയും ഒന്ന് പേടിപ്പിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. മൂപ്പരാൾ വന്ന് നോക്കുമ്പോൾ ആകെ പേടിച്ച് അല്ലാക്കായി നിൽക്കുമായിരുന്നു. ഇനിയിപ്പോൾ അത് എഗ്ഗ് ഹാച്ച് ആവില്ലെന്ന് അറിയത്തില്ല. മൂപ്പരാൾ എന്തായാലും ബബിൾസിൻ്റെ അടിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്താ പറയുക, ഇത് എവിടെയായിരുന്നു ആ കുക്ക് വന്നത്? ഞാൻ കാലത്ത് വന്ന് നോക്കുമ്പോൾ ഇവിടെ വന്നിരുന്നിട്ട് ആ ബോട്ടിലത്തെ ഫിഷിനെ എടുക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. കണ്ട പക്ഷേ ഞാൻ ഓടിച്ചു വിട്ടു. പിന്നെ ഇതിൽ നമ്മൾ കുറച്ച് ഷൂട്ടേഴ്സിനെ പിടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു. അവരൊന്നും തന്നെ കാണാനില്ല. കുറച്ച് പേര് അടിയിൽ നിൽക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ കാണുമ്പോൾ തന്നെ, നമ്മുടെ അയൽവട്ടം കാണുമ്പോൾ തന്നെ ഓടി നമ്മുടെ അടുത്തേക്ക് വരുന്ന ഫിഷൊക്കെ ആയിരുന്നു. ഇപ്പം നമ്മളെ കണ്ടിട്ട് കൂടി ഒരു മൈൻഡില്ല. ഇതിലായാലും അതെ, മുമ്പത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം ഇതിലെന്തോരം ഫിഷ് ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഇതൊക്കെ മൊത്തം വൈപ്പ് ഔട്ട് ചെയ്തു തന്നെ വേണം പറയാനായിട്ട്. അതല്ല സങ്കടം, നമ്മളെ കാണുമ്പോൾ ഓടി വന്നിരുന്ന ഫിഷൊക്കെ അപ്പോൾ നമ്മളെ കാണുമ്പോൾ പേടിച്ച് ഒളിച്ചിരിക്കുകയാണ്. അതൊക്കെ കാണുമ്പോൾ എന്താ പറയുക. അപ്പോൾ നമ്മുടെ ഇനി ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പും കൂടി ഉണ്ട്, ഇനി ഇതും കൂടി അടയ്ക്കണം. ഇന്നത്തെ അജണ്ട അതാണ്. സാധാരണ പ്രസൻറ്റ് ചെയ്യണ പോലെ ഒന്നും സംസാരിക്കാനായിട്ട് പറ്റുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. എന്താ ചെയ്യുക, ഞാൻ അപ്പോൾ തന്നെ പ്ലാന്റ്സ് നിറയെ പ്ലാന്റ്സൊക്കെ ഇട്ട് കൊടുത്തിരുന്നു. കണ്ടില്ലേ, ഇതേ ഫിഷ് അപ്പം തന്നെ മുകളിലേക്ക് വന്നിട്ട് ഓക്സിജൻ എടുക്കുക, താഴെ പോവുക, ആ ഒരു സീനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബ്രീഡിങ്ങിൻ്റെ വീഡിയോയുടെ ക്ലൈമാക്സ് എന്താവുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ നമുക്ക്. ഒന്നാമത്തെ കാരണം കൊക്ക് വന്നത്, രണ്ടാമത് നമ്മൾ നിങ്ങളുടെ ഷീറ്റ് കാര്യങ്ങളൊക്കെ കിട്ടുന്നതിൻ്റെ ആകെ ബഹളമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കലും സൗണ്ടൊക്കെ കാരണം മെയിൽ ഫിഷ് നല്ല രീതിയിൽ തന്നെ ഡിസ്റ്റർബ് ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് 3-ാമത്തെ ദിവസമാണ്. സാധാരണ നിലയ്ക്ക് ഇന്ന് എഗ്ഗ് ഹാച്ചായിട്ട് കുട്ടികൾ ഫ്രീസിം ആവേണ്ടതായിരുന്നു, ബട്ട് ആയിട്ടില്ല. എന്നാലും നമ്മുടെ മനസ്സ് പറയുന്നു തട്ടത്തിമറയത്തിലെ ഡയലോഗ് പോലെ ഈ കഥയുടെ ക്ലൈമാക്സ് ഹാപ്പി എൻഡിങ് ആവുമെന്ന്. അടുത്ത ദിവസമാണ് 4-ാമത്തെ ദിവസം. നമുക്ക് എന്താ അവസ്ഥ എന്ന് പോയി നോക്കാം. നമ്മളെന്നാലും പറഞ്ഞില്ലേ ഈ കഥയുടെ ക്ലൈമാക്സ് ഹാപ്പി എൻഡിങ് ആകുമ്പോൾ. എഗ്ഗൊക്കെ ഇറങ്ങി കുഞ്ഞന്മാർ, നമ്മുടെ ചിംഗ്ലീസ് ഇറങ്ങിയിട്ടാ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനിയിപ്പോൾ കുറച്ച് മ്യൂസിക് ആവാല്ലേ. ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടാണ് കേട്ടോ എഗ്ഗൊന്നും ഇന്നലെ ഹാച്ച് ആവാഞ്ഞത്. നമ്മൾ പേടിച്ച പോലെ ഒന്നും സംഭവിച്ചില്ല, എല്ലാം നല്ല നിലയ്ക്ക് തന്നെ അവസാനിച്ചു കേട്ടോ. എന്നാലും വിഷമമുണ്ട്, കൊക്ക് വന്ന് ഫിഷിനെ കൊണ്ടുപോയതിൽ. കൊക്കിനോട് നല്ല കലിപ്പുണ്ടായിരുന്നു കേട്ടോ ഇന്നലെ, ബട്ട് ഇപ്പോൾ ഇല്ല. അതിനെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അതിനറിയോ ഇത് വളർത്തുന്ന ഫിഷാണോ അല്ലയോ എന്നൊക്കെ. ആ മിണ്ടാപ്രാണിയുടെ, ആ സ്പീച്ചിലെ സ്പീഷീസിൻ്റെ ഏക കർത്തവ്യം എന്ന് പറയുന്നത് അതിനും അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് വിശക്കുമ്പോൾ ഫുഡ് കണ്ടെത്തുക എന്നുള്ളതാണ്. ഇനിയും നമ്മളവനെ നമ്മുടെ മെയിൽ ഫിഷിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. ഓൾറെഡി ഇന്നലെ തന്നെ ആശാൻ അത്യാവശ്യത്തിൽ അധികം സ്ട്രെസ് അനുഭവിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ മാജിക് റോട്ടാൻ കണ്ടാ ആർട്ടിമി ഇല്ലാണ്ട് നമ്മുടെ ബെറ്റർ ഫ്രൈസിനെ വളർത്തിയെടുക്കുന്ന ഒരു മെത്തേഡ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണും. മോശമില്ലാത്തൊരു ഗ്രോത്ത് ഇതിൽ കിട്ടുന്നുണ്ട് കേട്ടോ അവന്മാർക്ക്. നമ്മളിപ്പോൾ മോയിന ഫീഡിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവർക്ക്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ മോയിന കൾച്ചറിൻ്റെ ന്യൂ മെത്തേഡ് വീഡിയോയിൽ ഇതിൻ്റെ അപ്ഡേഷൻ കാണിക്കാനായി സാധിച്ചില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഈ ബ്രീഡിങ്ങിൻ്റെ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ട് ഒരു 1 വീക്കിന് മുകളിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോൺ മെമ്മറി ഫുള്ളായിരുന്നു. നമ്മുടെ ഒരാഴ്ചത്തെ കഷ്ടപ്പാടിൻ്റെയും സമയത്തിൻ്റെയും റിസൾട്ടാണ് ഈ വീഡിയോ. എന്തായാലും ഇത് കണ്ടാൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും, അത് ഷുവറാണ്. സംഭവിച്ചല്ല നല്ലതിന്, സംഭവിക്കാൻ പോകുന്നു നല്ലതിന്. ഈ ഒരു തോട്ട് നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കിയാൽ ഇവിടെയൊക്കെ ഒട്ടുമിക്ക ടെൻഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ലൈഫിൽ നിന്ന് ഇല്ലാണ്ടാവട്ടാ. വേറെ ഒന്നുമല്ല, നമ്മുടെ ഈ പരിപാടി തുടങ്ങിയപ്പോൾ തൊട്ടിട്ട്, ഈ ഫിഷ് വളർത്തൽ തുടങ്ങിയപ്പോൾ തൊട്ടിട്ട് എല്ലാവരും നമ്മുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, കൊക്ക് വരും, പൊന്മാൻ വരും, വലയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ മോൻ്റെ ഫിഷൊക്കെ പോകുമെന്ന്. ഇവിടെ ഒരു മടി കാരണം അത് ഇതുവരേക്കും ചെയ്തില്ല. ഇതുവരേക്കും കൊക്ക് വരാഞ്ഞത് ദൈവകാരുണ്യം. ബട്ട് ഇപ്പോൾ വന്ന് ഫിഷിനെ കൊണ്ടുപോയപ്പോഴാണ്
നമ്മളൊരു പാഠം പഠിച്ചത്. അപ്പം തന്നെ ചുറ്റും നെറ്റ വലിച്ചാൽ കിട്ടി. ഇത് മുമ്പേ ചെയ്താൽ മതിയായിരുന്നു. വെറുതെ ആ കുക്കിനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മളെ തന്നെ പറഞ്ഞാൽ മതി. പറഞ്ഞത് വേറൊന്നുമല്ല, ചെയ്ത് തീർക്കാനുള്ള കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ചെയ്ത് തീർക്കാട്ടാ. നാളേക്ക് മാറ്റിവെക്കൽ പരിപാടി നമ്മുടെ ലൈഫിൽ നിന്ന് അത് അങ്ങോട്ട് എടുത്താൽ കളയുക. മാത്രമല്ല എന്തിനേയും പോസിറ്റീവായിട്ട് കാണാൻ ശ്രമിക്കാട്ടാ. കൊക്ക് വന്ന് വിഷ്ണു കൊണ്ടുപോയി ആ കുക്കിനെ എങ്ങനെയും കലക്കണം എന്ന് ചിന്തിക്കുന്നത് നെഗറ്റീവ് ചിന്താഗതി. മറിച്ച് കൊക്ക് വിഷ്ണു കൊണ്ടുപോയപ്പോഴാണ് നമ്മൾ മടിയനായ നമ്മൾ ചട്ടപ്പടയെന്നും പറഞ്ഞ് ചുറ്റും നെറ്റ് വലിച്ചാൽ കിട്ടി. ഒറ്റ ദിവസം കൊണ്ട് കേട്ടാ. ഇത്ര നാൾ ചെയ്യാത്തൊരു പരിപാടി ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ കൊക്ക് നിമിത്തമായി എന്ന് ചിന്തിക്കുന്നത് പോസിറ്റീവ് ചിന്താഗതി. ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ട്. അതൊക്കെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല എന്തായാലും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട കേട്ടോ. ആ ഡിസ്ലൈക്ക് ബട്ടൺ അങ്ങോട്ട് തല്ലിയാ പൊളിച്ചേക്കൊന്നും പറഞ്ഞുകൊണ്ട് സ്പീച്ചിലെ സ്പീഷ്യസ് സൈനിങ് ഓഫ്.